ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇപ്പം ഞാനുള്ളത് EV മോട്ടോഴ്സ് പുതിയങ്ങാടി റോയൽ എൻഫീൽഡ് ഷോറൂമിലാണ്. അപ്പം എന്താ ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ ഇന്ന് പുതിയ ഹിമാലയൻ്റെ ലോഞ്ച് ഡേ ആണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഞാൻ വന്നത് നമ്മളെ ഹിമാലയനിലാണ്. നമ്മളെ ഹിമാലയൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ടയറൊക്കെ മാറ്റി വണ്ടി ഒന്ന് എന്താ പറയുക റണ്ണിങ് ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി ചെറിയൊരു പണി കൂടെ ഉണ്ട്. വണ്ടീൻ്റെ ബോൾ റേസറിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം, അതൊന്ന് റെഡിയാക്കണം. അപ്പം അങ്ങനെ ചെറിയ പണികളൊക്കെ ഉള്ളൂ. അതിപ്പോൾ എന്തായാലും സർവീസ് ആവാനായിട്ടുണ്ട്. അപ്പോൾ സർവീസ് ആയി കഴിഞ്ഞാൽ അതും കൂടെ മാറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ബാക്കി വീഡിയോസൊക്കെ കാണുക. റോയൽ എൻഫീൽഡിലെ ഹിമാലയൻ എന്ന സീരീസിന്റെ ലോഞ്ചിങ് ടെർമിനലിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ MD ജിത്തു സാറിനെ വേദിയിൽ ക്ഷണിച്ചു. അപ്പോൾ നമുക്ക് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞൊരു അഡ്വഞ്ചർ ടൂർ എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ വരുന്നതാണ് റോയൽ എൻഫീൽഡ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ന്യൂ മോഡൽ റോയൽ എൻഫീൽഡ് ഹിമാലയന്റെ ലോഞ്ചിങ് ആണ്. ഈ ലോഞ്ചിങ്ങിന് വേണ്ടി നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ജിൻസ് ജേക്കബ് ഉണ്ട്. ജിൻസ് ജേക്കബിനെ ക്ഷണിക്കുന്നു. ജസ്റ്റ് റിലീവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ജിൻസ് ജേക്കബ്, നമ്മുടെ ഫസ്റ്റ് EV മോട്ടോഴ്സിന്റെ ഫസ്റ്റ് ഹിമാലയന്റെ കസ്റ്റമറാണ്. ഇദ്ദേഹത്തിനാണ് നമ്മൾ ഫസ്റ്റ് ഡെലിവറി കൊടുക്കുന്നത്. അത് ഇപ്പൊ ഇന്ന് വണ്ടി ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇതിലെന്താ വെച്ചാൽ നമുക്ക് കുറച്ച് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് നമുക്ക് ഈ റോയൽ എൻഫീൽഡ് ഈ ഹിമാലയൻ എന്ന് പറഞ്ഞ മോഡൽ എത്തിയിരിക്കുന്നത്. അതിൽ പുതിയ ന്യൂ കളേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സ്പെസിഫിക്കേഷൻ ഒരു 6ഓളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രാഞ്ച് ജിതിനുണ്ട്. ജിതിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു നിമിഷമാണ്. 2020 തന്നെ നമുക്ക് ശരിക്കും ഹിമാലയൻ വന്നിട്ടില്ല. അപ്പോൾ അതിൽ കുറേ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ് ഡിലേ വന്നത്. ശരിക്കും ഹിമാലയൻ നമുക്ക് റോയൽ എൻഫീൽഡ് ഉദ്ദേശിക്കുന്നത് ഹിമാലയൻ ഇസ് ദ ഓൺലി മോട്ടോർസൈക്കിൾ യു വിൽ എവർ മീറ്റ്. ശരിക്കും ഒരു പർപ്പസ്ഫുള്ളി ബിൽഡ് അഡ്വഞ്ചർ ടൂറാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം ഇതിന്റെ ടാഗ് ലൈൻ പറയുന്നത് ബിൽഡ് ഫോർ റോഡ് റോഡ് ബിൽഡ് ഫോർ നോ റോഡ് എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് റോഡ് ആവശ്യമില്ല, അല്ലെങ്കിൽ ഹൈവേസ് ആണെങ്കിലും സിറ്റി റൈഡ് ആണെങ്കിലും ഇനി മൗണ്ടൻസ് ഒരു പ്രശ്നമല്ലാതെ നമുക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റും. അതിന്റെ റൈഡിംഗ് പോസ്റ്റർ എങ്ങനെയാണ് വളരെ ഈസിയാണ്. ആ മാറ്റങ്ങൾ എന്താ വന്നു വെച്ചാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് വിൻഷീൽഡ് കുറച്ചുകൂടി ടോളറായി വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ട്രിപ്പർ നാവിഗേഷൻ സിസ്റ്റം വന്നിട്ടുണ്ട്. ട്രിപ്പർ നാവിഗേഷൻ സിസ്റ്റം വരുന്ന ടൈമിൽ നമുക്ക് ഒരു 10x10 ഡയറക്ഷൻ ക്ലിയർ ആയിട്ട് കിട്ടും. മറ്റേ നമ്മൾ ഫോണൊക്കെ നോക്കി കഴിഞ്ഞാൽ മാപ്പ് കണ്ടിട്ട് ഫോൺ നോക്കണം, അല്ലെങ്കിൽ റൈഡിംഗിൽ ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ട്രിപ്പർ നാവിഗേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. സീറ്റിന്റെ ഫോമിന്റെ ഡെൻസിറ്റി കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ജനിക്കാൻ കുറച്ച് ഹൈറ്റിലാണ് പോലും കാല് തട്ടുന്ന രീതിയിലൊക്കെ ഒരു പ്രോബ്ലം ആയി മാറിയിരുന്നു. അത് കുറച്ചുകൂടി ക്ലിയർ ആയി കൊണ്ടുവന്നു. അതിന്റെ കൂടെ തന്നെ പുറകിലുള്ള ഗ്രാബ് റെയിൽ കുറച്ചുകൂടി ഫ്ലാറ്റ് ആക്കി നമുക്ക് ബോക്സ് ഫിറ്റ് ചെയ്യാൻ രീതിയിലൊക്കെ ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വന്നിട്ട് മാറ്റങ്ങൾ വന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള 3 കളേഴ്സ് കൂടി വന്നിട്ടുണ്ട്. നമുക്ക് മുമ്പ് ഗ്രാനൈറ്റ് ബ്ലാക്ക്, അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ബ്ലാക്കിൽ വൈറ്റും അതുപോലെ സ്ലീറ്റും വന്നിരുന്നതിൽ സ്ലീറ്റും നമുക്ക് വൈറ്റ് 2 കളേഴ്സ് കൂടി ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട്. അതിന്റെ കൂടെ പൈൻ ഗ്രീൻ, മിറാജ് സിൽവർ, അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ബ്ലാക്കിന്റെ ഒരു ന്യൂ ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാഫിക്സ് ഉള്ള ഒരു മോഡൽ കൂടി വന്നിട്ടുണ്ട്. അറൌണ്ട് 2,73,000 ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് പൈൻ ഗ്രീനും അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ബ്ലാക്കിന് വരുന്നത്. അടുത്ത മോഡലിലേക്ക് വരികയാണെങ്കിൽ ഗ്രാവൽ ഗ്രേ, അതുപോലെ തന്നെ മിറാജ് സിൽവറിന് 2,44,000, 2,47,000 വരുന്നത് റോക്ക് റെഡും ഓൾറെഡി ഒരു കളറും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂവും വരുന്നുണ്ട്. അപ്പോൾ ന്യൂ കളേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ബുക്കിങ്ങിന് ഇനി വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് റോയൽ എൻഫീൽഡ് പറഞ്ഞിട്ട്. പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ബെറ്റർ ആയിട്ട് നമുക്ക് വരും. വേറെ അതിലൊന്നും നമുക്ക് പേടിക്കേണ്ടില്ല. എന്തായാലും നിങ്ങൾ ജസ്റ്റ് മോഡൽ കാര്യങ്ങളൊന്നും ഇറങ്ങിയ ഹിമാലയൻ BS6-ന്റെ ലോഞ്ചിങ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇതിന്റെ സർവീസിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നോർമൽ ഇതിന്റെ വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത് 3 years 33 കിലോമീറ്ററാണ്. 3 വർഷം 30 കിലോമീറ്ററാണ് ഇതിന്റെ വാറണ്ടി കൊടുക്കുന്നത്. അത് നമുക്ക് അപ് ടു 5 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ സർവീസിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസ് വരുന്നത് 500 കിലോമീറ്റേഴ്സിലാണ്. അതിൽ ഓയിൽ ചേഞ്ചും കാര്യങ്ങളുണ്ടാവും. നെക്സ്റ്റ് സർവീസ് വരുന്നത് 5,000, തേർഡ് സർവീസ് വരുന്നത് 10,000 കിലോമീറ്റർ.
ലാസ്റ്റ് ഫോർ സർവീസ് വരുന്നത് 15,000 കിലോമീറ്ററാണ്. 4 ഫ്രീ സർവീസാണ് ഇപ്പോൾ കമ്പനി പേ നൽകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സർവീസിൻ്റെ കൂടെ ഓയിൽ സെമി സിന്തറ്റിക് ഓയിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അത് നെക്സ്റ്റ് ചേഞ്ച് ചെയ്യേണ്ട പീരീഡ് 10,000 നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അത് കൂടാതെ ബാക്കി എല്ലാവിധ ഫീച്ചേഴ്സും പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സൂപ്പർ നാവിഗേഷൻ സിസ്റ്റമാണ് നമുക്കിപ്പോൾ എടുത്തു പറയാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ. അപ്പോൾ ബാക്കി നമ്മളെ അറിയാം, ഹിമാലയൻ ഇത്രയും കാലത്തൊരു വെയിറ്റിംഗിലാണ്. ഇപ്പോൾ BS6 ന്യൂ വേർഷൻ്റെ ഇത്രയും കാലത്തൊരു വെയിറ്റിംഗിലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ലോഞ്ച് ആയിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പം വണ്ടീൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇതിലിപ്പം മാറ്റങ്ങൾ, പുതിയ ഹിമാലയനിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ പറയുന്ന വിൻഷീൽഡിൽ മാറ്റം വന്നിട്ടുണ്ട്. വിൻഷീൽഡ് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട്, അതേപോലെ കുറച്ചൊരു കേർവ്ഡ് ആയിട്ടുള്ളൊരു വിൻഷീൽഡാണ്. പിന്നെ ഒരു നാവിഗേഷൻ മീറ്റർ എന്ന് പറഞ്ഞൊരു മീറ്റർ വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലോങ് ഡ്രൈവ്സിനൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഹെസാർഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ റെയിൽസ്, ബാക്കിൽ കാരിയർ റെയിൽസ് അത്യാവശ്യം ഒരു പുതിയൊരു നല്ലൊരു ഈ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ വണ്ടീൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇത് ഇവിടെ ഒരു കുറച്ചൊരു എന്താ പറയുക, പണ്ടൊരു ക്രോമിയം ഫിനിഷിൽ വന്നിരുന്നത് ഇപ്പോൾ ഒരു മാറ്റ് ഫിനിഷിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഓവറോൾ വണ്ടീൻ്റെ ഒരു ലുക്ക് വൈസ് എന്ന് പറഞ്ഞാൽ 3 വേരിയൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ, പിന്നെ ഒന്ന് പൈൻ ഗ്രീന്, ഇപ്പോൾ ബ്ലാക്കാണിത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നല്ല കണ്ട സപ്പോർട്ട് തരിക. ബൈ.